ഇടവേളയ്ക്ക് ശേഷം മ്യാമന്റെ സ്വന്തം മരുമകൻ കവലപ്രസംഗം നടത്താൻ ഒരു മൈക്കിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇജ്ജ് പറയുന്നത് എനിക്ക് കേൾക്കണ്ടേന്നും പറഞ്ഞത് ആ മൈക്ക് വരെ തല താഴ്ത്തി. അപ്പൊ പറഞ്ഞു വന്നത് എല്ലാ ബുധനാഴ്ചയും കേരളം ഇപ്പോൾ നുണ ദിവസം ആഘോഷിക്കുകയാണ് എന്നതാണ്. അതായത് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്ന കാര്യമാണ് റിയാസിക്ക ഉദ്ദേശിച്ചത്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമല്ലേ വി ഡി സതീശൻ കാര്യങ്ങൾ വിശദീകരിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നുള്ളൂ. നാട് ദുരിതത്തിൽ മുങ്ങിയ സമയത്ത്, മുങ്ങിത്താണുകൊണ്ടിരുന്ന സമയത്ത് അതൊരു അവസരമായി കണക്കാക്കി എല്ലാ ദിവസവും കൃത്യം 6 മണിക്ക് വന്നിരുന്നു മെഴുകിയിരുന്ന ഒരു മുൻ മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നല്ലോ. പുള്ളിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ബലത്തിലാണ് കേരളം പിടിച്ചു നിന്ന് പോയത് എന്നൊക്കെയാണ് പിന്നീട് അടിമകളുടെ വാഴ്ത്തുപാട്ടിലൂടെ അറിയാൻ സാധിച്ചത്. മന്ത്രിസഭായോഗ തീരുമാനങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാ ബുധനാഴ്ചയും ശ്രീ വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇക്കാര്യം സംഘത്തിനും ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. സ്വാഭാവികമാണ്. കാര്യം മന്ത്രിസ്ഥാനവും അധികാരവും പോയി സമനില തെറ്റി നടക്കുകയല്ലേ. ഇങ്ങനെയൊക്കെ പുലമ്പി ഇല്ലെങ്കിലേ അതിശയമുള്ളൂ. ബസ്സിന് ലിഫ്റ്റ് വെച്ച ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒരു രാത്രി അന്തി ഉറങ്ങാൻ ലക്ഷങ്ങളുടെ ഫർണിച്ചറും ബെഡ്ഷീറ്റും ബെഡും വാങ്ങി പൊടിച്ച ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ജനങ്ങളുടെ ദാസനാണെന്ന് നിയമസഭയിൽ പ്രസംഗിച്ചിട്ട് അഹങ്കാരവും തലക്കനവും ധാർഷ്ട്യവും ജനങ്ങളോട് പച്ചയ്ക്ക് കാണിച്ചിട്ടുള്ള വേറൊരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കരുത് എന്നൊരു ഉദാഹരണം കാണിച്ചു തന്ന വേറൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഇനിയും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞു നിർത്താം. നിലവാരം വല്ലാതെ താഴേക്ക് പോകുന്നുണ്ട്. വിഷയദാരിദ്ര്യമാണ് പ്രശ്നം എന്നത് നാട്ടുകാർക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട് കേട്ടോ. തിരിച്ചുവരവിനുള്ള ശ്രമമൊക്കെ നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ ആ ശ്രമം ഒടുക്കത്തെ പോക്കിനുള്ളതാകരുത്. അപ്പോൾ തിരുത്താതെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക.